ഇന്ന് കുറേ നാളിന് ശേഷം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഫുഡ് വീട്ടിലുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ ബിരിയാണി വെക്കാന്ന് പറഞ്ഞ നേരെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഒടുക്കത്തെ ചൂട് കാരണം നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തുപോകുന്ന അവസ്ഥയായുള്ള ഒരു കടയിൽ കയറി. നമ്മുടെ കയ്യിൽ എല്ലാ ആക്രി സാധനങ്ങളും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ സാധനങ്ങളും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു സോഡാ നാരങ്ങകളാണ് പറഞ്ഞത്. എൻ്റെ നാക്കുമായിട്ട് ഈ സോഡാ നാരങ്ങയുള്ള അഡ്ജസ്റ്റ് ആയി പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കടയിൽ കയറിയാലും അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. പക്ഷെ ഞാൻ കുടിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കുടിച്ചതാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ച മുന്തിരി ജ്യൂസ് വരെ അബദ്ധമായി പോയെന്ന് തോന്നി. കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി മുക്കാലും ഞാനാണ് കുടിച്ച് തീർത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു പപ്സും കൂടി കഴിച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ചിക്കൻ പറഞ്ഞിട്ടാണ് പോയത്. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആളില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം ആ വെയിലത്ത് നിൽക്കേണ്ടി വന്നായിരുന്നു. അങ്ങനെ ചിക്കൻ കറിക്കുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അമ്മയുടെ അരിയാൻ കൊടുത്തു. അങ്ങനെ അമ്മ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്കു ആണല്ലോ ഇന്ന് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ പിന്നെ ഇക്കു അരിയും എല്ലാം കഴുകാനും കുതിർക്കാനൊക്കെ വെക്കാൻ തുടങ്ങി. ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. കാരണം ചിക്കൻ ബിരിയാണി ഒന്നും എനിക്ക് വെക്കാൻ അറിയത്തില്ല. അങ്ങനെ അതൊക്കെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ പെരുന്നാളിനിട്ട മൈലാഞ്ചി ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ ചോറൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ കൂടുതലും അമ്മ അടുപ്പിലാണ് ഫുഡൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ബിരിയാണി അടുപ്പിൽ വെക്കാമെന്ന്. അടുപ്പിൽ വെക്കുന്ന ഫുഡിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ഫുഡും ആയി എല്ലാം ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.